നമസ്കാരം. UDF അധികാരത്തിലെത്തിയിട്ടും ദിവസങ്ങളോളം നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ആരെന്ന് തീരുമാനിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന് കഴിഞ്ഞത്. വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, കെ.സി. വേണുഗോപാൽ തുടങ്ങിയ 3 പേരുകളിൽ നിന്നാണ് വി ഡി സതീശന്റെ പേരിലേക്ക് ഹൈക്കമാൻഡ് എത്തിയത്. സതീശൻ ഭരണവും തുടങ്ങിക്കഴിഞ്ഞു. കേരളത്തിന്റെ പൊതുകടം വ്യക്തമാക്കിയുള്ള ധവളപത്രം ഇറക്കി LDF-ന് മറുപടി നൽകിയാണ് സതീശൻ ഭരണം ആരംഭിച്ചത് തന്നെ. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിലും പിണറായി വിജയന്റെ കാലത്തെ ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനത്തിനും പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചും നവീൻ ബാബു അന്വേഷണം CBIക്ക് വിട്ടും ഭരണതലത്തിൽ ശ്രദ്ധേയമായ നീക്കങ്ങളാണ് ഇപ്പോൾ ഉണ്ടായത്. UDF ഭരണത്തിൽ സംഭവിക്കുന്ന പാർട്ടി സർക്കാർ ഇടച്ചിൽ ഒഴിവാക്കാൻ ഇപ്പോൾ KPCCയുടെ ഉന്നതാധികാര സമിതി വരികയാണ്. വിശാല KPCC യോഗത്തിലാണ് ഈ തീരുമാനം വന്നത്. സർക്കാരും പാർട്ടിയും തമ്മിലുള്ള ഏകോപനമാണ് ഈ സമിതിയുടെ രൂപീകരണത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുണ്ടായ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ ഈ സമിതി കൊണ്ട് കഴിയുമോ എന്നതാണ് പ്രധാന കാര്യം. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് VM സുധീരനായിരുന്നു KPCC അധ്യക്ഷൻ. പാർട്ടിയും സർക്കാരും എപ്പോഴും 2 വഴിയിലൂടെയായിരുന്നു സഞ്ചാരം. സർക്കാരിന്റെയും മന്ത്രിമാരുടെയും പ്രവർത്തനങ്ങളെക്കുറിച്ച് സുധീരൻ പരസ്യ വിമർശനം നടത്തിയിരുന്നു. ഇതോടെ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയും സുധീരനും തമ്മിൽ അകന്നു. തന്നെ KPCC അധ്യക്ഷനാക്കിയതിൽ ഉമ്മൻചാണ്ടിക്ക് അതൃപ്തി ഉണ്ടായിരുന്നു. തന്റെ ജാഥകൾ പരാജയപ്പെടുത്താൻ അദ്ദേഹം ശ്രമിച്ചുവെന്നും സുധീരൻ പരസ്യമായി ആരോപിച്ചിരുന്നു. ഇതെല്ലാം അന്ന് പാർട്ടിയും സർക്കാരും തമ്മിലുള്ള ബന്ധം വഷളാക്കി. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരാൻ UDF-ന് കഴിഞ്ഞതുമില്ല. 2016 പിണറായി സർക്കാർ വന്നപ്പോൾ 2021 ഇതേ സർക്കാരിന് ഭരണ തുടർച്ച ലഭിച്ചു. ഇപ്പോൾ 10 വർഷത്തിന് ശേഷമാണ് UDF-ന് അധികാരം ലഭിച്ചത്. അതുകൊണ്ട് തന്നെ സർക്കാരും പാർട്ടിയും തമ്മിൽ അകൽച്ചയില്ലാതെ പോകാനാണ് ഉന്നതാധികാര സമിതിയുടെ രൂപീകരണം ഉണ്ടായത്. നിലവിൽ KPCC അധ്യക്ഷനായ സണ്ണി ജോസഫ് മന്ത്രിസ്ഥാനത്തെത്തിയതോടെ KPCC അധ്യക്ഷ സ്ഥാനം ഫലത്തിൽ ഒഴിഞ്ഞുകിടക്കുകയാണ്. പുതിയ KPCC അധ്യക്ഷനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ചിട്ടുമില്ല. സ്ഥാനം ഒഴിയാനുള്ള സന്നദ്ധത സണ്ണി ജോസഫ് ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുമുണ്ട്. പുതിയ അധ്യക്ഷൻ കൂടി എത്തി മാത്രമേ ഉന്നതാധികാര സമിതി അംഗങ്ങളെ തീരുമാനിക്കാൻ ഇടയുള്ളൂ. മുഖ്യമന്ത്രി പദവി നഷ്ടമായതിൽ ചെന്നിത്തലയേക്കാൾ അതൃപ്തിയുള്ള KC വേണുഗോപാലാണ് AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി പോസ്റ്റിലുള്ളത്. KCയുടെ കൂടെയുള്ളവരാണ് സതീശൻ മന്ത്രിസഭയിലെ മന്ത്രിമാരിൽ ഭൂരിപക്ഷവും. ഇതുകൊണ്ട് തന്നെ സതീശന് ഭരണതലത്തിൽ മുന്നോട്ടുള്ള പോക്ക് എളുപ്പമാകില്ല. ഏകോപന സമിതി വന്നാലും പാർട്ടിയും സർക്കാരും തമ്മിൽ ഏകോപനത്തിലൂടെ ഒരുമിച്ച് നീങ്ങാൻ കഴിയുമോ എന്നതും കാത്തിരുന്ന് അറിയേണ്ട കാര്യമാണ്.